ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണ്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു എനർജി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ്, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഓരോ റിലേഷൻഷിപ്പിൽ വളരെയധികം സസ്പീഷ്യസ് ആയിട്ട് നിൽക്കുകയാണ്. എന്തൊക്കെയോ ദുരൂഹതകൾ നിങ്ങളുടെ ബന്ധത്തിനകത്തുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ട്, നിങ്ങളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങളെ കുഴപ്പിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പരസ്പരമുള്ള ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെയാണ് അത് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പരസ്പരം ഉണ്ടാവുന്ന ഒരു ട്രസ്റ്റ് ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാം ഒരു സംശയം കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു താളം തെറ്റാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തരത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ സംശയമാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കള്ളം പറഞ്ഞു എന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. എങ്കിലും ഒരു വ്യക്തതയില്ല, ഒരു പൂർണ്ണതയില്ലാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തിയെ നിങ്ങൾ അഗാധമായിട്ട് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും ഹോൾഡ് ചെയ്ത് നിങ്ങളുടെ ഒപ്പം നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സസ്പീഷ്യസ് ആയിട്ട് ഒരു പേഴ്സണെ കാണുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയൊന്നും നിങ്ങൾക്ക് ഇവരോടുള്ള സ്നേഹത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് വേണം പറയാൻ. കാരണം ആ ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് അതുപോലെ തന്നെയുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ചിലപ്പോൾ വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിലായിരിക്കാൻ പോകുന്നത്. ഒരു സംതൃപ്തമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിക്കോട്ടെ, അതിനുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള ആ ഒരു വാശി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നിങ്ങളുടെ ഒരു എനർജിയിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും മനസ്സിനകത്ത് ഇതുപോലെയുള്ള ഒരു സംശയം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഈ ഒരു പേഴ്സണോട് ചിലപ്പോൾ ഇതെല്ലാം തുറന്ന് ചോദിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനകത്ത് തന്നെ സൂക്ഷിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ യൂണിവേഴ്സിനോട് വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്തുള്ള ആ ഒരു മറ മാറ്റി തരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് തിരികെ കിട്ടണം എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എനർജി വളരെ മെച്യൂർ ആയിട്ടുള്ളൊരു എനർജി ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഭൂരിഭാഗം വ്യക്തികളും ചിലപ്പോൾ വിവാഹം കഴിച്ച വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ സിംഗിളായിട്ട് നിൽക്കുന്ന പേഴ്സൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ സിംഗിൾ ഫാദർ സിംഗിൾ മദർ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുറച്ചധികം ഒരു മെച്യൂരിറ്റി നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിട്ട് പോലും എല്ലാം തുറന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എല്ലാം തുറന്ന് ചോദിച്ച ആ ഒരു പേഴ്സണെ വെറുപ്പിക്കാനായിട്ടൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ചില കേസസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്, ചെറിയൊരു കാര്യം പോലും ഊതിപ്പെരുപ്പിച്ച് ആ ഒരു വ്യക്തിയെ ശല്യം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാക്കി മാറ്റുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഒരു വ്യക്തതയില്ലായ്മ ഒക്കെ ഉണ്ടായിട്ട് പോലും പൂർണ്ണമായിട്ടും നിങ്ങളിതെല്ലാം പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാനോ, അല്ലെങ്കിൽ അവരെ ഒന്നും കൂടി എന്താ പറയുക, ഒരു അകലം കൂട്ടാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരട്ടെ എന്നുള്ള ആ ഒരു പക്വമായിട്ടുള്ള ചിന്താഗതി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം നിങ്ങളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ പോലും ആ ഒരു പേഴ്സണ് നിങ്ങൾ ടൈം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ആ ഒരു തേർഡ് പാർട്ടി എനർജിയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കാം.
അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇവിടെ എടുത്ത് പറയേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ലക്കിയാണെന്നാണ്. കാരണം നമുക്കിവിടെ കാണുന്ന ഇപ്പോഴുള്ള ഈ ഒരു എനർജി വെച്ച് പറയാണ്, വളരെയധികം സംയമനത്തോടുകൂടി ഇരിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഉണ്ടായിട്ട് പോലും ആ ഒരു പേഴ്സണെ അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാം വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അവരായിട്ട് തന്നെ വരട്ടെ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ആ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫീലിങ്സ് എനർജീസിലേക്കൊക്കെ വരുമ്പോൾ കാണാൻ കഴിയുന്നത്, മിക്കവാറും നിങ്ങൾ നോ കോണ്ടാക്റ്റിലൊക്കെ ആയിരിക്കാനാണ് സാധ്യത. കാരണം നിങ്ങളുടെ മെമ്മറീസ് ഈ ഒരു പേഴ്സണോട് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് തന്നെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ അപ്പോൾ കോൺടാക്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. പാസ്റ്റ് മെമ്മറീസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല നമ്മളിവിടെ നോക്കുമ്പോൾ അവരിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്താണോ, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന സ്ട്രെസ്സായിരിക്കാം, എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്നൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് എന്നുള്ളതാണ്. അത്രയധികം ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ളൊരു എനർജി ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു ഇമോഷൻസ് എന്താണോ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണോ, അതവർ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്നുണ്ടാവും. ആ ഒരു ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പെരുമാറ്റം ശരിയല്ല എന്നൊക്കെ മാനസികമായിട്ട് അറിയാമെങ്കിൽ പോലും ചില സമയത്ത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പെരുമാറേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരും. ചിലപ്പോൾ ഓരോരുത്തരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണ് നല്ല രീതിയിൽ തന്നെ അറിയുന്നൊരു കാര്യമാണ് ഇപ്പോഴും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്ന ആ ഒരു അതിർവരമ്പ്, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി നമുക്ക് വേണമെങ്കിൽ പറയാം, അത് നിങ്ങളെ വേദനിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ശരിയല്ല എന്നവർക്ക് നല്ല രീതിയിലുള്ളൊരു ബോധ്യമുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ നിങ്ങളുടേതായിട്ടുള്ള ഒരു എനർജി നോക്കിയപ്പോൾ കണ്ട അതേ ഒരു കാര്യം ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോടൊരു റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലൊരു രീതിയിൽ പോരുന്നൊരു സമയത്ത് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോഴും രണ്ടുപേരും പരസ്പരം അവരവരെ കൊണ്ട് കഴിയുന്നത് പോലെ ക്വാളിറ്റി ടൈം കൊടുത്തും, അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹത്തോടു കൂടി പോയിരുന്ന ഒരു ബന്ധം തന്നെയായിരിക്കും. കാരണം ഇവിടെ ആ ഒരു റെസ്പെക്റ്റ് എന്നുള്ള ഒരു ഘടകം നമുക്ക് കയറി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ വളരെയധികം കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വർക്കിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയായിരിക്കാം, അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ട്, ഏത് കാര്യവും അവരുടെ കയ്യിൽ ഭദ്രമാണ്, അല്ലെങ്കിൽ എന്ത് കാര്യവും വിശ്വസിച്ചേൽപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നൊരു പേഴ്സൺ എന്നൊക്കെ നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെയുള്ള ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളെ നോക്കി കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രോമിസസ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരു വെറും വാക്കല്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വെറും വാക്ക് പറയുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ള തിരിച്ചറിവ് ഈ ഒരു പേഴ്സണ് നല്ലപോലെ ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും എല്ലാം ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചിലവർക്ക് മാത്രമുള്ള ഒരു ക്വാളിറ്റിയാണ് നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് വായിക്കാൻ കഴിയുക എന്നുള്ളൊരു കാര്യം. അതായത് എപ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവർ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴത്തേക്ക് മാക്സിമം ഒരു ഹാപ്പി ആയിട്ട് വെക്കാനും, അല്ലെങ്കിൽ വിഷമഘട്ടത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സാന്ത്വനിപ്പിക്കാനും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഫുഡായിക്കോട്ടെ, അല്ലെങ്കിൽ അവരെ ഒന്ന് നല്ല രീതിയിൽ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയിലാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ദോഷമായിട്ട് വരുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി എനർജി ഇൻ്റർഫിയറൻസ് എല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തി ഒന്ന് ഡൗൺ ആക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ അത്രത്തോളം താല്പര്യം അല്ലെങ്കിൽ മനസ്സോടുകൂടി അല്ല എന്നുണ്ടെങ്കിൽ പോലും അകന്ന് നിൽക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൻ്റെ മിസ്റ്റേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു അലംഭാവം കൊണ്ടുണ്ടായിട്ടുള്ളതായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എനർജി, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു തെറ്റ് പറ്റിയതായിരിക്കാം.
അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചിലരോട് തുറന്ന് പറഞ്ഞ് നമ്മളുടേതായിട്ടുള്ള ആ ഒരു നല്ലൊരു അന്തരീക്ഷം കുഴപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് നമ്മൾ ചിലരെ വിശ്വസിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. അത് അവർ നമ്മളുടെ അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു വ്യക്തികളാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ചില കാര്യങ്ങൾ ചിലരോട് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു നമുക്കൊരു ആശ്വാസം കിട്ടാൻ പറഞ്ഞൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ ഏറ്റവും വലിയൊരു ബാധ്യതയായിട്ട് പിന്നീട് തിരിച്ചു വരുന്നത്. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യവും ആവാം. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് ഒരു ഫ്രോഡ് മെൻറ്റാലിറ്റി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചീറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അത് മാത്രമല്ല, ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ഇമേജിന് കോട്ടം തട്ടുമോ എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. അവർക്ക് അവരുടെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അല്ലെങ്കിൽ സ്വയം വിലയിരുത്താനും ഒക്കെ സാധിക്കും. പക്ഷെ മറ്റുള്ളവരോട് അത് സമ്മതിച്ചു കൊടുക്കില്ല. മറ്റുള്ളവരോട് ചിലപ്പോൾ എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിൽ തന്നെ പിടിച്ചവർ ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അത് ഈ ഒരു പേഴ്സൺ അറിയാം. ഒരു പക്ഷെ അവർക്കത് തുറന്ന് നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ നിങ്ങളോട് പല കാര്യങ്ങളും പറയാനുള്ള മടി കൊണ്ടായിരിക്കാം ഈ ഒരു അകൽച്ചയിൽ അവർ മാറി നിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് തന്നെ മാനസികമായിട്ട് അറിയാം അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്നുള്ളത്. പക്ഷെ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിലൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളറിയാതെ തന്നെ സ്പൈ ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രവൃത്തി ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ത്രൂ ആയിരിക്കാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തിയുടെ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മുഖം തരാതെ ഇരിക്കുന്നത് നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട, ഇത് ഉപേക്ഷിച്ച് കളയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലും ഉള്ളത് കൊണ്ടല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യം കൊണ്ട് അവർക്ക് പറ്റിയ കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കാനുള്ള മടി കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ എനർജിയിൽ ആദ്യമേ കണ്ടതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻ എത്രയും വേഗം കംപ്ലീറ്റ് ആവട്ടെ, അല്ലെങ്കിൽ അത് അവരെ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതുവരെ നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കട്ട് ഓഫ് ചെയ്തിരിക്കുന്നതായിരിക്കും. കാരണം കൂടുതൽ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരാനോ അവർക്കിപ്പോൾ കഴിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അവരായിട്ട് തന്നെ ഈ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് മിണ്ടാതിരിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് നല്ല രീതിയിലുള്ള വിഷമമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനർജി എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ മനസ്സിലാകാത്ത ഒരു രഹസ്യമുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അറിയരുതെന്ന് വിചാരിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് അവരോട് പറയാത്ത കാര്യമായിരിക്കും. പക്ഷേ ഡയറക്റ്റ്ലി ഉള്ള പല കോൺവെർസേഷൻസ് അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആ ഒരു പേഴ്സൺ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു ആൻസർ കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ ഒരു കാരണവശാലും അവരോട് പറയാനായിട്ട് ഉള്ള ഒരു മനോഭാവം ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ പറയണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്. കാരണം കൂടുതലൊരു ഇൻറ്റിമസി വരികയാണ്, അല്ലെങ്കിൽ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഓപ്പൺ അപ്പായിട്ട് പറയണം. അപ്പോൾ അതിനുള്ള ഒരു വഴിയാണ് ഈ ഒരു മുഖം തരാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പേഴ്സൺ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ അടുത്തുനിന്ന് ഒന്ന് ബാക്കിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ചെറിയ ഒരു കോൺവെർസേഷൻ പോലും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ എപ്പോഴും നിങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിങ്ങളിവിടെ സംസാരിക്കാതിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും നിങ്ങളെ മറന്നിട്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മെമ്മറീസ് ഈ ഒരു വ്യക്തിക്കുണ്ട്, നിങ്ങളുടെ ഒരു ക്വാളിറ്റി അവർക്കറിയാം, അല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. എല്ലാ രീതിയിലും ഈ ഒരു പേഴ്സണ് നിങ്ങളോടൊരു സ്നേഹം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ സ്വയം ഉണ്ടാക്കി വെച്ച ചില കാര്യങ്ങൾ മറച്ചു വെക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ് ഇട്ട് അവർ മാറി നിൽക്കുന്നത്. പക്ഷേ എങ്ങനെയെങ്കിലും ഇത് വീണ്ടും റിന്യൂ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവണം എന്നുള്ളൊരു ചിന്താഗതി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്താഗതി അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നൊരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രസൻ്റ്ലി നോക്കുമ്പോഴത്തേക്കും അവർക്കത് പറയാനുള്ള ആ ഒരു മൈൻഡിലേക്ക് അവർ എത്തിയിട്ടില്ല.
നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം ശരിയല്ല എന്നൊക്കെ അറിയാമെങ്കിൽ പോലും ആ ഒരു ലെവലിലേക്ക് അവർക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിയർ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ആ ഒരു ഗഡ്സിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ആ ഒരു ഡിവൈൻ ടൈമിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് ആ ഒരു ക്ലാരിറ്റി. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനകത്തുള്ളത് എന്താണോ അത് അതേപടി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം അവർക്ക് കറക്റ്റായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു ടൈമിൽ തന്നെയായിരിക്കും. അപ്പോൾ ഒരു നിയർ ഫ്യൂച്ചറിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ ആ ഒരു സീക്രറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നവരാണ്. ചിലവരാണെങ്കിൽ ആ ഒരു റീകൺസിലിയേഷന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെല്ലാം വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.